ആരോപണ ബോംബുകളുമായെത്തി സർക്കാരിനെയും CPIM-നെയും ഞെട്ടിച്ച PV അൻവർ MLA ഒടുവിൽ മയപ്പെട്ടു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കടുത്ത നിലപാടിൽ നിന്ന് PV അൻവർ പിന്നോട്ടു പോയത്. ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നും തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ പറഞ്ഞത്. അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവെന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുക്കുകയും ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണം എന്ന് ഇന്നലെ പറഞ്ഞ അൻവറിന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ആ നിലപാടല്ല. P ശശിയെ മാറ്റണമോ എന്ന ചോദ്യത്തിന് അഭിപ്രായം പറയുന്നില്ല എന്നായിരുന്നു മറുപടി. തന്റെ പിന്നിൽ ദൈവം മാത്രമാണുള്ളത് എന്നും അൻവർ. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവെന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. ആരെ മാറ്റി നിർത്തണം, ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ. അല്ല, അതൊന്നും അതിൻ്റെ ഒന്നും ആളല്ല ഞാൻ. എൻ്റെ നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, അൻവർ പറഞ്ഞ ഒരു കാര്യവും നടന്നിട്ടില്ല, എന്നിട്ടും പ്രകോപിതനാകാതെയാണ് അൻവർ തൃപ്തൻ എന്ന മട്ടിൽ ഇന്നിപ്പോൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? വേണു, കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ലെങ്കിൽ പോലും അൻവറിൻ്റെ ഭാഷയിൽ കുറച്ചുകൂടി മൃദുത്വം കൈവന്നിരിക്കുന്നു. അതായത് നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു കൂടിക്കാഴ്ച. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെതിരെയുള്ള പരാതികൾ PV അൻവർ എഴുതി നൽകി. ഇതിനുശേഷം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി, കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, ഇത് സംബന്ധിച്ച പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ ഇതിൽ അന്വേഷണം ഉണ്ടാകും. അന്വേഷണം നടത്തിയ ശേഷം ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകി എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊന്ന് LDF കൺവീനർ ഉൾപ്പെടെ PV അൻവറിനെ ഈ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഇത്തരം പരാതികളുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ അത് പറയേണ്ടത് പാർട്ടിയാണ് അറിയിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും പുറത്തു വന്നു. തൊട്ടു പിന്നാലെയാണ് അൻവർ തൻ്റെ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ADGP MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ശക്തമായി ആവശ്യപ്പെടുന്ന PV അൻവറിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ ഈ MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച് താനല്ല തീരുമാനിക്കേണ്ടത്, അത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ CPIM-ഉമാണ്. ഒരാളിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ താൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. സ്വാഭാവികമായും കഴിഞ്ഞ 2 ദിവസം പാർട്ടിയെയും അതോടൊപ്പം തന്നെ ഭരണ നേതൃത്വത്തെയും മുൾമുനയിൽ നിർത്തിയ അൻവർ തൻ്റെ ആരോപണങ്ങൾ മയപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ഇത് സംബന്ധിക്കുന്ന സൂചനകൾ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. ഇന്നലെ രാത്രി തന്നെ DGP-യുമായി മണിക്കൂറുകളോളം മുഖ്യമന്ത്രി ചർച്ച നടത്തിയെങ്കിലും MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറായില്ല. കാരണം അതിനൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അതേ വിഷയത്തിൽ അതേ രീതിയിൽ ആരോപണ വിധേയനായ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരും. മാത്രമല്ല, ഈ അന്വേഷണം സംബന്ധിച്ചിറങ്ങിയ ഉത്തരവിൽ ഒരിടത്ത് പോലും MR അജിത് കുമാറിനെതിരായ അന്വേഷണം എന്ന് പറയാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, MR അജിത് കുമാർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തണം എന്ന് കൃത്യമായി വ്യക്തമാക്കുകയും ഈ ഉത്തരവിൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ MR അജിത് കുമാറിനെ പൂർണ്ണമായും ഈ ഘട്ടത്തിൽ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യം PV അൻവറുമായി നടന്ന കൂടിക്കാഴ്ചയിൽ
കാര്യത്തിൽ മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒരുപക്ഷെ PV അൻവറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാകാം. ഇതിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റമാകാം PV അൻവറിന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഏതായാലും തൻ്റെ ആരോപണങ്ങൾ പാർട്ടിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും അറിയിച്ചു. ഇത് രേഖാമൂലം താൻ നൽകി. ഇതോടെ തൻ്റെ ഉത്തരവാദിത്തം, സഖാവെന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്തം കഴിയുന്നു എന്നാണ് ഇപ്പോൾ PV അൻവർ വ്യക്തമാക്കുന്നത്. മുൻ നിലപാടിൽ നിന്ന് അദ്ദേഹം ഒരുപാട് പിന്നാക്കം പോയിരിക്കുന്നു. തൻ്റെ നിലപാടുകൾ മയപ്പെടുത്തിയിരിക്കുന്നു. വേണു. ശരി, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് അൻവർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നൽകിയത്.